തിയറംസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 8th തിയറം എന്താണെന്നുള്ളത് നോക്കാം. അതായത് the angle subtended by the arc at the center is double the angle subtended by it at any point on the remaining part of the circle. അതായത് ഇവിടെ സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് സർക്കിളിന്റെ ഏത് റിമൈനിങ് പാർട്ടിൽ വരുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അതായത് POQ എന്ന് പറയുന്നത് ആംഗിൾ POQ ആണ് ഇവിടെ സെന്ററിലുള്ള ആംഗിൾ. ഇത് എന്ന് പറയുന്നത് 2 times PAQ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സെന്ററിലുള്ള ആംഗിൾ എപ്പോഴും ഡബിൾ ആയിരിക്കും. വേറെ സർക്കിളിന്റെ ഏതൊരു ഭാഗത്ത് വരുന്ന ആംഗിളിന്റെയും ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ. അതായത് ഇവിടെ നമുക്ക് 90 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ 180 ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഗിവൺ എ സർക്കിൾ വിത്ത് സെന്റർ O. സർക്കിൾ വിത്ത് സെന്റർ O ആണ് നമുക്ക് ഗിവൺ. ഇനി ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ POQ ഈക്വൽ ടു 2 times ആംഗിൾ PAQ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെന്ററിലുള്ള ആംഗിൾ PAQന്റെ ഡബിൾ ആയിരിക്കും. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി കൺസ്ട്രക്ഷൻ ജോയിൻ AO ആൻഡ് പ്രൊഡ്യൂസ്ഡ് ടു B വരെ പ്രൊഡ്യൂസ് ചെയ്തു. AO ജോയിൻ ചെയ്തു, അത് Bയിലേക്ക് നീട്ടി വരും. അപ്പോൾ ഇനി നമുക്ക് പ്രൂഫില് നമുക്ക് ഇവിടെ അതായത് OPയും OAയും എന്താണ്? റേഡിയസ് ആണ്. അതായത് സെന്റർ എന്നുള്ളത് OA OP അതൊക്കെ റേഡിയസ് ആണ്. റേഡിയസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OAP. ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OAP. OA ഈക്വൽ ടു OP ആണ്. OA ഈക്വൽ ടു OP അതായത് റേഡിയാണ്. റേഡിയോ സെയിം സർക്കിൾ ആണ് OAയും OPയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OAP. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. ഇനി നമുക്ക് ഇവിടെ POB അതായത് ആംഗിൾ POB എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ ഉള്ളത്. അതായത് ഈ ഒരു ട്രയാങ്കിൾ ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത് POB. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം ആയിരിക്കും. അതായത് ആംഗിൾ POB എന്ന് പറയുന്നത് ഇവിടെ ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് POB എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ POB ഈക്വൽ ടു OAP പ്ലസ് OPA. POP ഈക്വൽ ടു ആംഗിൾ OAP പ്ലസ് ആംഗിൾ OPA. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ് നമുക്ക് POB. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ബൈ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് എഴുതുക അവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് POB എന്ന് പറയുന്നത് ആംഗിൾ OAP പ്ലസ് OPA. ഇവിടെ OPAയും OAPയും ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ POB എന്ന് പറയുന്നത് ആംഗിൾ OAP പ്ലസ് OP എന്ത് ചെയ്യുക? OAP തന്നെ കൊടുക്കുക. ആംഗിൾ OAP. കാരണം നമുക്ക് ഈ ഭാഗമല്ല വേണ്ടത്, ഈ ഭാഗമാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ OAP പ്ലസ് ആംഗിൾ OAP. അപ്പൊ POB എന്ന് പറയുന്നത് 2 times ആംഗിൾ OAP. നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതായത് ആംഗിൾ POB നമ്മളിപ്പോൾ ഇവിടെ ഈ ഹാഫ് മാത്രമേ കണ്ടിട്ടുള്ളൂ. POB എന്ന് പറയുന്നത് 2 times OAP ആണ്. OAP ഈ ആംഗിളിന്റെ 2 times എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? സിമിലർലി നമ്മൾ ഇപ്പുറത്തെ സൈഡ് BOQ കണ്ടുപിടിക്കുക. BOQ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും നമുക്ക്? അതായത് സിമിലർലി ഇതില് OQ OA ഈക്വൽ ടു OA
എന്താണ് റേഡിയ ഓഫ് സെയിം സർക്കിൾ ആണ്. റേഡിയ ആവുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഒ എ ക്യു ഈക്വൽ ടു ആംഗിൾ ഒ ക്യു എ ആണ്. ഒ ക്യു എ റേഡിയ ആയതുകൊണ്ട് സൈഡ്സ് ഈക്വൽ ആവുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആണ് അവിടെ. ആംഗിൾ ഓപ്പോസിറ്റ് സെയിം തന്നെ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയി. ഇനി നമ്മൾ എന്ത് പറയാ? ബി ഒ ക്യു ആംഗിൾ ബി ഒ ക്യു ഈക്വൽ ടു ബി ഒ ക്യു എന്ന് പറയുന്നത് ഇതിന്റെ ഈ ട്രയാങ്കിൾ ഇപ്പുറത്തുള്ള ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളിന്റെയും സമ്മ് പറയും. അതായത് ആംഗിൾ ബി ഒ ക്യു എന്ന് പറയുന്നത് ആംഗിൾ ഒ എ ക്യു പ്ലസ് ആംഗിൾ ഒ ക്യു എ. ഇതിലും നമ്മൾ എന്ത് ചെയ്യുക? ഒ എ ക്യു ഏതിന് ഈക്വൽ ആണ്? ഒ ക്യു എന് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ ബി ഒ ക്യു എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ബി ഒ ക്യു ഈക്വൽ ടു ഒ എ ക്യു പ്ലസ് ഒ എ ക്യു. അപ്പോൾ എന്ത് കിട്ടി? ബി ഒ ക്യു എന്ന് പറയുന്നത് 2 ടൈംസ് ആംഗിൾ ഒ എ ക്യു. അതായത് ആംഗിൾ ബി ഒ ക്യു ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ ഒ എ ക്യു. ഇത് സെക്കൻഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പി ഒ ബി എന്ന് പറയുന്നത് ഇതിന്റെ പകുതി പാർട്ട്. പി ഒ ബി എന്ന് പറയുന്നത് 2 ടൈംസ് ഒ എ പി എന്ന് കിട്ടി. അതുപോലെ ബി ഒ ക്യു എന്ന് പറയുന്നത് 2 ടൈംസ് ഒ എ ക്യു കിട്ടി. ഇനി ഇക്വേഷൻ 1 ഉം 2 ഉം ആഡ് ചെയ്യുക. 1 ഉം 2 ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. ഇപ്പൊ റീസൺ അല്ല, കറക്റ്റ് ആയിട്ട് എഴുതുക. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? പി ഒ ക്യു എന്ന് പറയുന്നത് ഒ എ ക്യു പ്ലസ് ഒ ക്യു എ. പിന്നെ അതിനെ മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇനി ഇക്വേഷൻ 1 ഉം 2 ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യാം. ആഡിങ് 1 ആൻഡ് 2. അപ്പോൾ ആംഗിൾ പി ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ ക്യു ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ ഒ എ പി പ്ലസ് 2 ടൈംസ് ആംഗിൾ ഒ എ ക്യു. അപ്പോൾ പി ഒ ബി പ്ലസ് ബി ഒ ക്യു എന്ന് പറയുന്നത് എന്താണ്? പി ഒ ക്യു. ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു എന്ത് കിട്ടി? ഇതിൽ രണ്ടിലും നമ്മൾ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ആംഗിൾ ഒ എ പി പ്ലസ് ആംഗിൾ ഒ എ ക്യു. ഒ എ പി പ്ലസ് ഒ എ ക്യു. ഒ എ പി പ്ലസ് ഒ എ ക്യു എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ പി എ ക്യു ആണ്. 2 ടൈംസ് ആംഗിൾ പി എ ക്യു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് റിമൈനിങ് പാർട്ട് സർക്കിളിന്റെ ഏത് പാർട്ടിൽ വരുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അപ്പൊ പി എ ക്യുവിന്റെ ഡബിൾ ആണ് സെന്ററിലുള്ള ആംഗിൾ. പി ഒ ക്യു എന്ന് പറയുന്നത് 2 ടൈംസ് പി എ ക്യു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്രൂവ് ചെയ്തു. ഇനി ഇതിൽ തന്നെ അതായത് ഇപ്പോ നമുക്ക് പ്രൂവ് ചെയ്തത് പി ഒ ക്യു ഈക്വൽ ടു 2 ടൈംസ് പി ഒ ക്യു ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ പി എ ക്യു എന്ന് കിട്ടി. ഇനി നമ്മൾ വേറൊരു സർക്കിൾ, അതിൽ 3 എണ്ണം ഉണ്ട്. ഇവിടെ 2 കേസ് നമുക്കറിയാം. ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ എത്രയായിരിക്കും? 180. ഇവിടെ 180. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത് 180 ആണ്. പി ഒ ക്യു എന്ന് പറയുന്നത് 180 ലൈൻ ആണല്ലോ. അപ്പൊ ഈ ആംഗിൾ 180 ആണെങ്കിൽ പി എ ക്യു എന്ന് പറയുന്നത് 90 ആയിരിക്കും. അപ്പൊ ഇവിടെ 180. അപ്പൊ ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതില് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ പി ഒ ക്യു എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ആംഗിളാണ് പി ഒ ക്യു. അപ്പൊ ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ റിഫ്ലക്സ് പി ഒ ക്യു, റിഫ്ലക്സ് ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ പി എ ക്യു. അതാണ് തേർഡ് കേസ്. അങ്ങനെ 3 കേസ് ഉണ്ട് ഇതിൽ തിയറം 8ല്. നയൻത് തിയറം എന്താന്നുള്ളത് നോക്കാം. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് പി എ ക്യു ഈക്വൽ ടു പി ബി ക്യു. ഈ സെയിം സെഗ്മെന്റ്, ഇവിടെയുള്ള സെഗ്മെന്റിലുള്ള ആംഗിൾസ് ആണത്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ആദ്യം ഗിവൺ എ സർക്കിൾ വിത്ത് സെന്റർ O. സർക്കിൾ വിത്ത് സെന്റർ O നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് ആംഗിൾ പി എ ക്യു, ആംഗിൾ പി എ ക്യു ഈക്വൽ ടു ആംഗിൾ പി ബി ക്യു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
അപ്പൊ അതിന് കൺസ്ട്രക്ഷൻ ഇവിടെ റേഡിയസ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അതായത് OP ജോയിൻ OP ആൻഡ് OQ. OPയും OQയും ജോയിൻ ചെയ്തു. ഇനി പ്രൂഫിൽ ഇവിടെ നമ്മൾ തിയറം 8 വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് വേറെ ഏത് റിമൈനിങ് പാർട്ടിൽ വരുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പ്രൂവ് ചെയ്തു. അപ്പൊ ഇവിടെ POQ എന്ന് പറയുന്നത് സെന്ററിലുള്ള ആംഗിൾ ആണ്. ആംഗിൾ POQ ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ PAQ. അതായത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ by the arc at the center is double the arc, then the angle subtended by it at any point, subtended by it at any point. ആ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ POQ എന്ന് പറയുന്നത് 2 ടൈംസ് PAQ എന്ന് കിട്ടി. ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അതുപോലെ നമുക്ക് POQ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 2 ടൈംസ് PBQ എന്ന് എഴുതാം, ആംഗിൾ PBQ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും നമ്മൾ നോക്കുകയാണെങ്കിൽ POQ സെയിം ആണ്. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടും? ഫ്രം ഇക്വേഷൻ 1 and 2 PAQ 2 ടൈംസ് ആംഗിൾ PAQ ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ PBQ. അപ്പൊ 2 ക്യാൻസൽ ആയിട്ട് PAQ ആംഗിൾ PAQ ഈക്വൽ ടു ആംഗിൾ PBQ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. തിയറം എന്താണെന്നുള്ളത് നോക്കാം. ദ സം ഓഫ് ഐദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ഈസ് 180. അതായത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ABCD സർക്കിളിന്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലേറ്റർ. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടണം. അതുപോലെ ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഗിവൺ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ. Cyclic quadrilateral. To prove angle A plus angle C equal to 180 degree. Opposite angles add ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും. ആംഗിൾ B plus ആംഗിൾ D equal to 180. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി കൺസ്ട്രക്ഷൻ ജോയിൻ AC ആൻഡ് BD. BDയും ACയും ജോയിൻ ചെയ്തു. ACയും BDയും ജോയിൻ ചെയ്തു. ഇനി പ്രൂഫ്. ഇവിടെ പ്രൂഫിൽ നമ്മളിപ്പോൾ പഠിച്ചു 9th തിയറം, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? AB എന്നുള്ള സെഗ്മെന്റ്, അതിലെ ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ ADB. അതായത് ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ ADB. റീസൺ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. Angles in the same segment of a circle are equal. അപ്പോൾ നമുക്ക് AB എന്നുള്ള സെഗ്മെന്റിൽ ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ ADB എന്ന് കിട്ടി. ഇനി BC എന്നുള്ള സെഗ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആംഗിൾ CA, അതായത് BAC ഈക്വൽ ടു ആംഗിൾ BDC. ആംഗിൾ BAC ഈക്വൽ ടു BAC. ഈ BC എന്നുള്ള സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ BAC ഈക്വൽ ടു BDC. അതവിടെ BC ആണ് സെഗ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. അത് റീസൺ സെയിം തന്നെ, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഇനി ഇത് 1, ഇത് 2. നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 1 + 2 ചെയ്യുമ്പോൾ ആംഗിൾ ACB പ്ലസ് ആംഗിൾ BAC, ACB പ്ലസ് ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ ADB പ്ലസ് ആംഗിൾ BDC കിട്ടി. ആംഗിൾ ADB പ്ലസ് ആംഗിൾ BDC എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ D ആണ്. അതായത് ആംഗിൾ ACB പ്ലസ് ആംഗിൾ BAC എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആംഗിൾ D ആയിട്ട് കിട്ടുന്നു. അപ്പൊ ആംഗിൾ D ആണത്.
അതിനുശേഷം ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. നമ്മൾ ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്കറിയാം 180 ഡിഗ്രിയാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ഏതൊക്കെ ആംഗിളാണ്? ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ബി എ സി, അതായത് ഈ രണ്ട് ആംഗിളും ആണ് ആംഗിൾ ഡി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷന്റെ കൂടെ ആംഗിൾ എ ബി സി ആഡ് ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്ക് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് കിട്ടി. ഇനി നമ്മൾ എ ബി സി എന്നുള്ളത് രണ്ട് സൈഡിൽ ആഡ് ചെയ്യുന്നു. ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ ബി സി, അതായത് ഈ ഒരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളും ഈക്വൽ ടു ആംഗിൾ ഡി പ്ലസ് ഒരു സൈഡിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂല, രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു ആംഗിൾ എ ബി സി. അപ്പൊ ആഡ് ചെയ്തു. അപ്പൊ ആഡ് ചെയ്തപ്പം ഈ മൂന്ന് ആംഗിളും നമുക്കറിയാം ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്? 180 ആണ്. അപ്പൊ 180 ഈ മൂന്ന് ആംഗിളും ആഡ് ചെയ്തപ്പോൾ നമ്മൾ അത് 180 എന്ന് കൊടുത്തു. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബി തന്നെ. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടി? നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടി. ഇനി സെക്കൻഡ് കേസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലേറ്റർ. എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360. ഇതിന് റീസൺ എഴുതുക ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലേറ്റർ. ആംഗിൾ സം പ്രോപ്പർട്ടി നാല് ആംഗിൾ ആഡ് ചെയ്തപ്പോൾ 360 ഡിഗ്രി കിട്ടി. ഇവിടെ നമ്മൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടില്ല? 180 ആണ്. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് 180 ഈക്വൽ ടു 360. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180, അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.